പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് ഏതാണ്? ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേര്? ഈ പ്രാവശ്യത്തെ 46ാമത്തെ ലോക പൈതൃക സമിതി സെഷൻ ഇത് അവസാനിച്ചു ന്യൂഡൽഹിയിൽ. ഈ വർഷം എത്ര പുതിയ സൈറ്റുകളാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്നും സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഓരോ പരീക്ഷകളിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഓഗസ്റ്റ് 1 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ദശാബ്ദങ്ങൾ പഴക്കമുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി ആംനസ്റ്റി സ്കീം 2024 ആരംഭിച്ച കേരളത്തിലെ ഏത് വകുപ്പാണ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് SGST. അതായത് ദശാബ്ദങ്ങൾ പഴക്കമുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിന് വേണ്ടി 2024 ഒരു സ്കീം ആരംഭിക്കുകയാണ്. ആ സ്കീമിന്റെ പേരാണ് ആംനസ്റ്റി സ്കീം. ഈ സ്കീം ഓഗസ്റ്റ് 1 അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണത്. 2024-25 ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നായിരുന്നു, അതായത് കുടിശ്ശിക പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സ്കീം കൊണ്ടുവരണമെന്ന്. അതനുസരിച്ചാണ് ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ 1960-61 മുതലുള്ള 2017-18 വരെയുള്ള കുടിശ്ശികൾ അത് പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സ്കീം ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ട്രേഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്കീം ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് GST വരുന്നതിന് മുമ്പുള്ള കേരള വാല്യൂ ആഡഡ് ടാക്സ്, കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട്, കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട്, കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് എന്നിവയിലുള്ള കുടിശ്ശികൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായിരിക്കുള്ളൂ ആംനസ്റ്റി സ്കീം 2024. ഇതിപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെരിയാർ ടൈഗർ റിസർവിലെ കാറ്റാടി യന്ത്രം സ്ഥാപിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ സോളാർ വഴി ഉൽപ്പാദിപ്പിച്ചിരുന്ന വൈദ്യുതി ആ പ്രദേശങ്ങളിൽ മിക്കവാറും മഴക്കാലമൊക്കെ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ വിൻഡ് ടർബൈൻ പവർ ജനറേഷന് വേണ്ടി വിൻഡ് ടർബൈൻ സ്ഥാപിക്കുന്നത്, അതായത് കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ടൈഗർ റിസർവിൽ ഇത്തരത്തിലുള്ള ഒരു കാറ്റാടി യന്ത്രം ആരംഭിക്കുന്നത്. വൈഫൈ കണക്ടിവിറ്റിക്കും ക്യാമറകൾക്കും വേണ്ടിയുള്ള പവർ ലഭിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഈസ്റ്റ് ഡിവിഷനിൽ 17 ഫോറസ്റ്റ് സെക്ഷൻസ് ആണുള്ളത്. ഇതിൽ വൈഫൈ കണക്ടിവിറ്റിയും ഇന്നും അവൈലബിൾ അല്ല. അതിൻ്റെ തന്നെ കൂടുതലായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോഴത്തെ ഈ പുതിയ കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് ഇത് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു റിസർവ് ആരംഭിച്ചിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1978 എന്നാൽ 1999 ഈ പ്രദേശങ്ങൾ പെരിയാർ ലേക്ക് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം പല മാറ്റങ്ങൾക്ക് വന്ന ശേഷമാണ് 1978 പെരിയാർ ടൈഗർ റിസർവ് എന്ന പേരിലും അല്ലെങ്കിൽ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ ആരംഭിച്ചത്. ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ വിൻഡ് ടർബൈൻ പവർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്നത്. 2024 ജൂലൈ 31 ദേശീയ അപ്രന്റീസ് ആൻഡ് ട്രെയിനിങ് സ്കീം 2.0 പോർട്ടൽ ആരംഭിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് ട്രെയിനിങ് സ്കീം 2.0. ഈ കഴിഞ്ഞ ജൂലൈ 31 അതായത് ഇന്നലെ NATS 2.0 എന്ന പോർട്ടൽ ആരംഭിച്ചു. നാഷണൽ അപ്രന്റീസ് ആൻഡ് ട്രെയിനിങ് സ്കീം 2.0. ഇതാരംഭിച്ച ഉടനെ തന്നെ 100 കോടി രൂപയാണ് സ്റ്റൈഫൻഡ് ആയിട്ട് DBT മോഡ്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന രീതിയിൽ സ്റ്റൈഫൻഡ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ NATS ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൂടുതലായിട്ട് യുവാക്കളിലേക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒന്നായിട്ടും അതിലൂടെ തന്നെ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോർട്ടൽ ആണ് NATS 2.0 പോർട്ടൽ. ഇതിലൂടെ നമുക്ക് അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് എഡ്യൂക്കേഷന്റെ ധർമ്മേന്ദ്ര പ്രധാൻ. പുതിയ UPSC ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? പ്രീതി സുദാൻ. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് പ്രീതി സുദാൻ ചുമതല ഏറ്റെടുത്തു. ഇന്ന്
ഓഗസ്റ്റ് 1 തീയതിയാണ്. ഇന്നാണ് UPSCയുടെ അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് പ്രീതി സുഡാൻ ചുമതല ഏറ്റെടുക്കുന്നത്. ആർട്ടിക്കിൾ 316A പ്രകാരമാണ് ഈ ഒരു അപ്പോയിൻമെന്റ്. UPSCയുടെ ഇപ്പോഴത്തെ അതായത് 32ാമത്തെ ചെയർമാൻ ആണ് പ്രീതി സുഡാൻ. 1926 ഒക്ടോബർ 1 തീയതിയാണ് UPSC ഇത് സ്ഥാപിതമായിട്ടുള്ളത്. UPSCയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് റോസ് ബാക്കർ. 1926 ഒക്ടോബറിലാണ് അദ്ദേഹം UPSCയുടെ ചെയർമാൻ ആയിട്ട് ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. 32ാമത്തെ UPSC ചെയർമാൻ ആണ് പ്രീതി സുഡാൻ. 2024 ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരെന്താണ്? എക്സസൈസ് തരംഗ് ശക്തി. ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ടൊരു മൾട്ടിനാഷണൽ എയർ എക്സസൈസ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് തരംഗ് ശക്തി. വരാൻ പോകുന്ന ഓഗസ്റ്റ് 6 തീയതിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സസൈസ് തരംഗ് ശക്തി എന്ന ഈ എക്സസൈസ് ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ സുലൂർ എന്ന എയർബേസിൽ വെച്ചാണ് തരംഗ് ശക്തിയുടെ ആരംഭം. അതായത് 30ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആയിരിക്കുള്ളൂ. 2 ഫേസിൽ ആണ് ഈ ഒരു എക്സസൈസ്. എക്സസൈസ് തരംഗ് ശക്തി ഇതിന്റെ ആദ്യത്തെ ഫേസ് ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 14 വരെ തമിഴ്നാട്ടിലെ സുലൂർ എയർഫോഴ്സ് ബേസിൽ വെച്ചായിരിക്കും. രണ്ടാമത്തെ ഫേസ് ഇത് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 14 വരെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചായിരിക്കുള്ളൂ. ആദ്യത്തെ ഫേസിൽ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, UK കൂടാതെ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഗ്രീസ്, സിംഗപ്പൂർ, UAE പങ്കെടുക്കുമ്പോൾ രണ്ടാമത്തേതിൽ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഗ്രീസ്, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ US പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആയിരിക്കുള്ളൂ എക്സസൈസ് തരംഗ് ശക്തി. കൺസൾട്ടേഷനും ഏകോപനത്തിനും വേണ്ടിയുള്ള വർക്കിംഗ് മെക്കാനിസത്തിന്റെ 30ാമത് യോഗം ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടന്നു? ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 30ാമത്തെ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന മീറ്റിംഗ് ആണ് ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഈ മീറ്റിംഗ് നടന്നിട്ടുള്ളത് ജൂലൈ 31 തീയതിയായിരുന്നു. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ത്യ ചൈന ബോർഡേഴ്സ് അഫേഴ്സിനെ കുറിച്ചായിരുന്നു. ഇന്ത്യ ചൈന ബോർഡറിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു 30ാമത്തെ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ. ഈ മീറ്റിംഗിന് ഇന്ത്യയിൽ നിന്ന് ജോയിന്റ് സെക്രട്ടറി ഈസ്റ്റ് ഏഷ്യയുടെ ശ്രീ ഗൗരംഗലാൽ ദാസ് ആണ് നയിച്ചിട്ടുള്ളത്. അദ്ദേഹം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ചൈനയുടെ ഭാഗത്തുനിന്ന് ചൈനീസ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സിലെ ഡയറക്ടർ ജനറൽ ഓഫ് ബൗണ്ടറി ആൻഡ് ഓഷ്യാനിക് ഡിപ്പാർട്ട്മെന്റിലെ മിസ്റ്റർ ഹോങ് ലിയാങ് ആയിരുന്നു. 29ാമത്തെ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ WMCC ഇത് നടന്നിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. ഇത് ബീജിംഗിൽ വെച്ചായിരുന്നു. പ്രധാനമായിട്ടും ബോർഡേഴ്സിലെ അതിർത്തികളിൽ സമാധാനം ഉറപ്പാക്കുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എത്ര പുതിയ സൈറ്റുകൾ ചേർത്തുകൊണ്ട് യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി സെഷൻ ന്യൂഡൽഹിയിൽ സമാപിച്ചു. 24 പുതിയ ലോക പൈതൃക സ്ഥലങ്ങൾ. പുതിയ സൈറ്റുകൾ ഓരോ വർഷം യുനെസ്കോ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ ആ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചായിരുന്നു. ഇന്നലെ ജൂലൈ 31 തീയതി ആ ഒരു കോൺഫറൻസ് അവസാനിച്ചു. ഈ പ്രാവശ്യത്തെ 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ ഇതിൽ 24 പുതിയ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആസാമിലുള്ള മൊയ്താൻ സൈറ്റും ഇതിൽ ഭാഗമാണ്. ഇന്ത്യ @100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. ഇന്ത്യ @100 എൻവിഷനിങ് ടുമോറോസ് എക്കണോമിക് പവർ ഹൗസ് എന്ന പുസ്തകം ഇത് എഴുതിയിട്ടുള്ളത് പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. ഈ പുസ്തകമാണ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു KV സുബ്രഹ്മണ്യൻ. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേര് ഇസ്മായിൽ ഹാനിയെ. ഇന്നലത്തെ മിക്കവാറും ന്യൂസിലും അതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇസ്മായിൽ ഹാനിയെ അദ്ദേഹത്തെ വധിച്ച കാര്യം. ഇറാനിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടെഹ്റാനിൽ വെച്ചാണ് ഇസ്മായിൽ ഹാനിയ ഡ്രോൺ വഴി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7 ആരംഭിച്ചിട്ടുള്ള ഗാസ യുദ്ധം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇസ്മായിൽ ഹാനിയ. ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു പാലസ്തീൻ പൊളിറ്റീഷ്യനും
അതുപോലെ തന്നെ ഹമാസിന്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയായിരുന്നു അദ്ദേഹം. 2017 മുതൽ 2024 ഈ മരണം വരെ അദ്ദേഹം കൂടുതലായിട്ടും താമസിച്ചിരുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ഖത്തറിലാണ്. ഇന്നലെ ജൂലൈ 31 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴയ പത്രം ഏതാണ്? ദ ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ. ഇതിന്റെ ഉത്തരം ബോംബെ സമാചാർ. 1822 ജൂലൈ 1 തീയതിയാണ് മുംബൈ സമാചാർ അല്ലെങ്കിൽ ബോംബെ സമാചാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പത്രം ആരംഭിച്ചത്. ഈ പത്രം ആരംഭിച്ച വ്യക്തിയാണ് പാസി പണ്ഡിതനും പുരോഹിതനുമായിട്ടുള്ള ഫർദൂൻജി മസ്ബാൻ ആണ് 1822 ഈ ഒരു പത്രം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ പത്രം തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ദശാബ്ദങ്ങൾ പഴക്കമുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി ആംസ്റ്റി സ്കീം 2024 ആരംഭിച്ച കേരളത്തിലെ ഏത് വകുപ്പാണ്? സംസ്ഥാന ചരക്ക് സേവന നികുതി. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. 2024 ജൂലൈ 31 ദേശീയ അപ്രന്റീസ് ആൻഡ് ട്രെയിനിങ് സ്കീം 2.0 പോർട്ടൽ ആരംഭിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുതിയ UPSC ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? പ്രീതി സുഡാൻ. 2024 ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരെന്താണ്? എക്സസൈസ് തരംഗ് ശക്തി. കൺസൾട്ടേഷനും ഏകോപനത്തിനും വേണ്ടിയുള്ള വർക്കിംഗ് മെക്കാനിസത്തിന്റെ 30ാമത് യോഗം ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടന്നു? ഇന്ത്യയും ചൈനയും. എത്ര പുതിയ സൈറ്റുകൾ ചേർത്തുകൊണ്ട് യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി സെഷൻ ന്യൂഡൽഹിയിൽ സമാപിച്ചു? 24 പുതിയ ലോക പൈതൃക സൈറ്റുകൾ. ഇന്ത്യ @100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേര്? ഇസ്മായിൽ ഹാനിയെ. ഇന്ന് ഓഗസ്റ്റ് 1. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: 2010 ഏത് സംഘടനയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന പേരിൽ പരിസ്ഥിതി ഗവേഷണ കമ്മീഷനെ നിയോഗിച്ചത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഗാഡ്ഗിൽ കമ്മിറ്റി 2010 ഏത് സംഘടനയാണ് ഗാഡ്ഗിൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.